ഹാജിമാർ മിനായിൽ നാളെ അറഫ സംഗമം. പുണ്യനഗരങ്ങൾ സുരക്ഷാ വലയത്തിൽ. തമ്പുകളുടെ നഗരം ഉണർന്നു. ഇന്ന് യൗമുത്തർവിയ. അറഫ സംഗമത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ് തീർത്ഥാടക ലക്ഷങ്ങൾ. തർബിയത്തിൻ്റെ മന്ത്രധ്വനികൾ മുഴക്കി ഹാജിമാർ പർവ്വതങ്ങളുടെ താഴ്വരയായ മിനായിലേക്ക് എത്തിച്ചേരുന്നതോടെ ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും. നാളെയാണ് അറഫ സംഗമം. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും 7 കിലോമീറ്റർ അകലെ തമ്പുകളുടെ നഗരമായ മിന ലക്ഷ്യമാക്കി ഇന്നലെ തന്നെ ആളുകൾ നീങ്ങിത്തുടങ്ങി. ഇന്നു മുതൽ പ്രാർത്ഥനാനിരതരായി മിനായിൽ കഴിഞ്ഞ ശേഷമാണ് ഹാജിമാർ അറഫയിലേക്ക് തിരിക്കുക. വ്യാഴാഴ്ച സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അറഫയിൽ പ്രാർത്ഥനയിൽ മുഴുകും. അറഫ സംഗമം കഴിഞ്ഞു മടങ്ങുന്ന തീർത്ഥാടകർ രാപ്പാർക്കാനായി മുസ്തലിഫയിലേക്ക് നീങ്ങും. ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ച ശേഷം വെള്ളിയാഴ്ച സുബിഹിയോടെ മിനായിൽ തിരിച്ചെത്തും. ഹജ്ജ് കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന പുണ്യസ്ഥലങ്ങളായ മിന, അറഫ, മുസ്തലിഫ എന്നിവ പൂർണ്ണ സുരക്ഷാ വലയത്തിലാണ്. തീർത്ഥാടകരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനായി റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷാസേന മുഴുവൻ സമയവും സേവന സജ്ജരായുണ്ട്. ഇന്നു മുതൽ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്ന ദുൽഹിജ്ജ 13 വരെ ഹാജിമാർ മിനായിലെ തമ്പുകളിലാണ് താമസിക്കുക. 20 ലക്ഷം തീർത്ഥാടകർ. ഹജ്ജിന് തുടക്കമായതോടെ മക്കയും സമീപസ്ഥലങ്ങളും മനുഷ്യ മഹാസാഗരങ്ങളായി മാറി. സൗദിയിലെ ആഭ്യന്തര തീർത്ഥാടകരടക്കം 20 ലക്ഷത്തിലധികം പേരാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്ന് 1,22,518 തീർത്ഥാടകരാണ് മക്കയിലെത്തിയിരിക്കുന്നത്. ഇവരിൽ 16,341 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനായി മദീനയിൽ നിന്ന് മുഴുവൻ ഹാജിമാരും മക്കയിലെത്തിക്കഴിഞ്ഞു.